ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഇന്നൊരു ചെറിയൊരു കുട്ടി വ്ളോഗാണ്. നമ്മുടെ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കും പിള്ളേരുമായിട്ട് പോകാൻ പറ്റിയൊരു ഇൻഡോർ പാർക്ക് അവിടെ വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. കണ്ട റോഡൊക്കെ കണ്ടില്ലേ? നമ്മുടെ എടപ്പള്ളി പുക്കാട്ടുപടി റോഡാട്ടോ ഇത്. വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു മെയിൻ്റനൻസ് വർക്ക് ഒന്നും നടക്കുന്നില്ല ഈ റോഡിൽ. നമ്മൾ വള്ളത്തോളിലാണ് ഈ ഞാൻ പറഞ്ഞ ഇൻഡോർ പാർക്കുള്ളത്. ശ്രുതിയുടെ മുകളിലായിട്ടാണ് ഉള്ളത്. കിഡ്സ് ക്യാപിറ്റൽ എന്നാണ് ഇൻഡോർ പാർക്കിൻ്റെ പേര്. അപ്പോൾ ഞാനും മക്കളും ഉണ്ട്, എൻ്റെ വാപ്പിയുണ്ട്, എൻ്റെ ഉമ്മയുണ്ട്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സോക്സിൻ്റെ ആവശ്യമൊക്കെ അറിഞ്ഞത്. അപ്പോൾ സോക്സൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കുകയോ ചെയ്ത്. ഇപ്പോൾ എല്ലാവരും സോക്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ 6:55 നമുക്ക് എൻട്രി പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഒരു 5 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തു. അത്യാവശ്യം അധികം റഷൊന്നും ഇല്ലാത്ത ടൈമിലാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോഴേക്കും ഒരു 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരുപാട് പേര് വന്നു തുടങ്ങിയത്. ഇതാണ് ഇൻഡോർ പാർക്ക്. അങ്ങനെ ഇനായത്തും ഇസായും മൊത്തത്തിൽ ഇതെല്ലാം കണ്ടിട്ട് ഇവർക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇനായത്തിന് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല. ഇനായത്ത് ഓൾറെഡി സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രിപ്പ് പോയപ്പോൾ ഇൻഡോർ പാർക്കിലായിരുന്നു പോയത്. സോ ഹീ ഈസ് യൂസ് ടു ദാറ്റ്. ബട്ട് ഇസാക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഈ ബോൾ പൂളിലേക്കാണ് പിള്ളേർ ആദ്യം തന്നെ പോയത്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കളർഫുൾ, എല്ലാം ഫുൾ കിഡ്സ് പ്രൂഫാണ്. ഒട്ടും കുട്ടികളെ ഒരു തരത്തിലും വേദനിപ്പിക്കത്തില്ല. ഇനിയിപ്പോൾ ഇവർ കളിച്ചിട്ട് വീണാലും കംപ്ലീറ്റ്ലി അതെല്ലാം നല്ലോണം നല്ല റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ എഡ്ജസും, കോർണേഴ്സ് ആൻഡ് എഡ്ജസ്. അതുപോലെ കളർഫുള്ളാണ്, നല്ലോണം കളർഫുള്ളാണ് ഒക്കെ മൊത്തം. ഇതുപോലെ ബോളുകളുടെ ഇടയിൽ നമ്മൾ കുറേ നേരം നിന്നു, കുറേ നേരം നടന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കിഡിൻ്റെ കൂടെ ഒരു അഡൾട്ടിന് എൻട്രി ഫ്രീ ആട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു അഡൾട്ട് കയറണമെന്നുണ്ടെങ്കിൽ 199 ചാർജ് ചെയ്യും. അതുപോലെ ഒരു കിഡിൻ്റെ എൻട്രിക്ക് 499 ആണ് ചാർജ്. 1 hour നമുക്കിതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ അനുവദിച്ചേക്കുന്ന ടൈം. ആ ടൈമിലേക്ക് നമുക്കിതിനകത്ത് കളിക്കാൻ പറ്റും. പിന്നെ ഇതിൽ കയറിയിട്ട് പിന്നെ 2 ആളും കൂടി ഇതിനകത്ത് നല്ലോണം സ്ലൈഡിലൊക്കെ കളിച്ചു. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവർക്ക്. ആ ആക്ടിവിറ്റീസിലെല്ലാം 2 പേരും നല്ലോണം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇവരുടെ പുറകെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഞാൻ മെയിനായിട്ട് പരിപാടി. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പാരൻറ്റ് കിഡിൻ്റെ കൂടെ വന്ന ഒരു പാരൻറ്റ് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കൂടെയൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടത്. വേഗം തന്നെ ഞാനും ഇതിൻ്റെ അകത്തേക്ക് കയറാണ് ചെയ്തത്. നമുക്കും കയറാൻ പറ്റിയ, അഡൾട്ട്സിനും കയറാൻ പറ്റിയ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇതെല്ലാം ബിൽഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ട്രാമ്പലിനൊന്നും നമ്മൾ കയറിയിട്ടില്ല. ട്രാമ്പലിൻ്റെയൊക്കെ സൈഡിലൂടെ നമുക്ക് പിടിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റും. സോ അതിൻ്റെയൊക്കെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു. അതെല്ലാം കുട്ടികളുടെ സൈസിനുള്ളതേ ഉള്ളൂ, അത്രയും സ്ട്രോങ് ആയിരിക്കത്തില്ലല്ലോ. സോ അതിൻ്റെ അകത്തേക്കൊന്നും കയറിയിട്ടില്ല. മിഡിലൂടെ ഇട്ടിരിക്കുന്ന ആ ഒരു വാക്ക് വേയിലൂടെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മോൻ ഇതിനോട് യൂസ് ടു ആയതുകൊണ്ട് ഹി വാസ്
ഓക്കെ വിത്ത് ദിസ്, ബട്ട് എൻ്റെ മോളിത് ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ഷീ വാസ് എ ലിറ്റിൽ ബിറ്റ് വറീഡ്. അത് കാരണം ഇതിനോട് ഇത് യൂസ് ടു ആവാനായിട്ട് ഇത്തിരി ടൈം എടുത്തു. ആ ടൈമിൽ അവൾ എൻ്റെ പുറകെ തന്നെയായിരുന്നു. അവനോട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇസാനെ കൂടി കൺസിഡർ ചെയ്യുമെന്നുള്ളത്. പക്ഷേ അവൻ ഹി വാസ് ബിസി ഇൻ പ്ലേയിങ് വിത്ത് ഓൾ ദീസ്. അവന് ഇത് ലിഗോ അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവൻ യൂട്യൂബ് കിഡ്സിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു ഇതെല്ലാം കാണാനായിട്ട്. സോ ഹി വാസ് എ ലിറ്റിൽ ബിസി. ഇസ പിന്നെ യൂസ് ടു ആയി കഴിഞ്ഞപ്പോൾ എല്ലാ കാറ് എല്ലാം ട്രൈ ചെയ്തു, എല്ലാ റൈഡ്സിലും എല്ലാത്തിലും കയറിയായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഇത് ഇഷ്ടമാണെങ്കിലും ബട്ട് ഹി വാസ് ലിറ്റിൽ അഫ്രെയ്ഡ് ഓഫ് ദാറ്റ്. അങ്ങനത്തെ റൈഡുകൾ കുറച്ച് സ്പീഡിൽ കറങ്ങുന്ന കാര്യങ്ങളൊന്നും അവന് ഇഷ്ടമല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ബീച്ച് സാൻഡ് പോലെയാണ്, ബട്ട് സംതിങ് ലൈക്ക് പ്ലാസ്റ്റിക് ആണിത്. കംപ്ലീറ്റ്ലി സേഫ് എന്ന് പറയാൻ പറ്റത്തില്ല. കുട്ടികളുടെ മൂക്കിലും ചെവിയിലും പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട്, അതിനുള്ളൊരു റിസ്ക് ഉള്ളതുകൊണ്ട് ദേ വർ പ്രൊവൈഡിങ് അസ് വിത്ത് കോട്ടൺ തരും നമുക്കതിൽ കയറുന്നതിന് മുമ്പായിട്ട്. അത് വെച്ചിട്ട് വേണം കുട്ടികളെ നമ്മൾ കളിക്കാൻ വിടാനായിട്ട്. അങ്ങനെ അവർ ഇങ്ങനെ ഈ സാൻഡിൻ്റെ ഉള്ളിൽ കയറി കളിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. കുറേ ടൈം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തായിരുന്നു. അങ്ങനെ അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് കയറാമോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്, ഓക്കെയാണ്, ഫൈനാണ്, കുഴപ്പമില്ല, നമുക്ക് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിലും ഞാൻ കയറി. അപ്പോഴാണ് സത്യത്തിൽ ഇതിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ആ സാധനം നമ്മുടെ കുട്ടികളുടെ മൂക്കിലും വായിലും കയറുന്നതാണെന്നുള്ളത് നമുക്ക് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ ഞാനും വിസായും കൂടി ആ ചെറിയ ഒരു അടിയിലൂടെ ഇങ്ങനെ നടന്നു. പൂളിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ടണലിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ഇപ്പുറത്ത് വന്നു. ദാറ്റ് വാസ് ഫൺ. ഇനായത്ത് ഇങ്ങനെ സാൻഡിലത്തെ കളിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും പൂളിലേക്ക് തന്നെ വന്നു. പപ്പ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇസാടെ കൂടെ. കിഡ്സിനെ എപ്പോഴും ഒറ്റയ്ക്ക് വിടുന്നതിലും സേഫ് നമ്മളെപ്പോഴും ഒരാളെ അക്കമ്പനി ചെയ്യുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് ഗോൾഡെല്ലാം മേത്ത് കിടക്കുമ്പോൾ കുട്ടീൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവളെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിപ്പോൾ ഏത് കുട്ടികളുടെ കേസിലാണെങ്കിലും നമ്മൾ കെയർ ചെയ്യുക. ആരെങ്കിലും അക്കമ്പനി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
നമ്മുടെ ടൈം ഓൾമോസ്റ്റ് എൻഡായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇസ ഇനായത്ത് രണ്ടുപേരും എല്ലാ ടോയ്സിൻ്റെ അടുത്തും ടാറ്റ ബൈ ബൈ പറയുന്ന ടൈമിലാണ് ഇങ്ങനെ ബ്ലോഗ്സ് കണ്ടത്. അതും മാക്സിമം എൻജോയ് ചെയ്തു. പപ്പ അവിടെ വന്ന് നിന്നിട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോഴേക്കും. അങ്ങനെ അവർ ലാസ്റ്റ് റൗണ്ട് ഗെയിമിലാണ്. നമ്മുടെ ടൈം ഓൾമോസ്റ്റ് 7 PM ആയിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15 ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒരു 2-3 ഡേയ്സ് ഹോളിഡേ ആയതുകൊണ്ടും ഒരു 7 o'clock ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഇതിൻ്റെ അകത്ത് റഷായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ 7 PM ആയപ്പോൾ നമ്മുടെ ടൈമായി നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. വേഗം തന്നെ ചപ്പലൊക്കെ ഇട്ട് ഇത്രയും നേരം ഓടിക്കളിച്ച് നല്ല എക്സസൈസ് ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്നാണ് ആദ്യം തന്നെ തീരുമാനിച്ചത്. നമ്മൾ കാക്കനാടുള്ള സ്റ്റോറി ബോക്സ് കഫേ എന്ന് പറഞ്ഞൊരു കഫേയിലാണ് പോകാമെന്ന് തീരുമാനിച്ചതും നമ്മൾ പെട്ടെന്നെടുത്ത തീരുമാനം തന്നെയായിരുന്നു. നല്ല ഫുഡായിരുന്നു, എല്ലാം കൊണ്ടും ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല, നല്ല ഫുഡാണ്. അങ്ങനെ എവറിത്തിങ് വാസ് ഫൈൻ. ഫൈനലി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നല്ല റെയിൻ ഉണ്ടായിരുന്നു പുറത്ത്. പപ്പ കാർ എടുക്കാനായിട്ട് പോകുമ്പോഴും ഭയങ്കര റെയിനായിരുന്നു. പപ്പ വണ്ടി എടുക്കാൻ പോകാൻ ഇറങ്ങുമ്പോഴും വളരെ ഹെവി റെയിൻഫോളായിരുന്നു. നമ്മൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. ആ ടൈമിലെടുത്ത ക്ലിപ്പാട്ടോ ഇത്. ഇതിൽ ആ റെയിൻഫോളിലേക്ക് ഇങ്ങനെ ലൈറ്റ് അടിച്ചപ്പോൾ നല്ല നല്ല ഭംഗിയായിട്ട് തോന്നി. അത് അറിൻ്റെ അടുത്ത് വെച്ചതാണ്. At the end of the day, it was all a fine day. So ഇത്രയേ ഉള്ളൂ guys. Thanks for watching. Please like, share and subscribe to my channel. Thanks for watching.